നമസ്കാരം സാറേ. കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡൗട്ടുകൾ ഈ വീഡിയോക്കകത്ത് ഞാൻ ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. അതിനു മുമ്പ് റഫായിട്ട് നമ്മുടെ യൂണിറ്റ്സുകളെല്ലാം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തേക്കാം. ഇത് വെസ്റ്റ് വോളിൽ പാൻട്രി യൂണിറ്റിനെ പറ്റിയുള്ള ഡൗട്ടുകൾ ചോദിച്ചായിരുന്നു. ഈ ഡൗട്ടുകൾ ഇത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാം. ടോൾ യൂണിറ്റ് ആണ്, നടുക്ക് ഷെൽഫുകളാണുള്ളത്. അത് കഴിഞ്ഞാൽ ഫ്ലോർ യൂണിറ്റിനകത്ത് 2D പുള്ളൗട്ട്, ഒരു മിനിറ്റ്, ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്. ഈ 2 ഡോർ ഒന്നിച്ച് തുറക്കാൻ പറ്റും. നടുക്ക് ഇങ്ങനെ ഷെൽഫായിരിക്കും. അപ്പോൾ നമുക്ക് സാധനങ്ങൾ വെക്കാൻ എടുക്കാനും നല്ല സൗകര്യമാണ്. അത് കഴിഞ്ഞാൽ സിങ്കിന്റെ യൂണിറ്റിനകത്ത് നമുക്ക് ഡ്രോയർ ടൈപ്പിലുള്ള വേസ്റ്റ് ബിന്ന്, ഇത് വാട്ടർ പ്യൂരിഫയറിന്റെ തന്നെ ഹൈഡ്രോസ്റ്റാറ്റിക് ടാങ്ക്, ഡിറ്റർജന്റ് റാക്ക്. ഈ വിക്കർ ബാസ്ക്കറ്റ് ഡിസൈൻ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും വിക്കർ ബാസ്ക്കറ്റിന്റെ താഴെയാണ് ഞാൻ ടാൻഡം ബോക്സ് ഇട്ടിരിക്കുന്നത്. ഇത് ചിലപ്പോൾ മേളിലായിരിക്കും എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. ഡിസൈനിങ്ങിന്റെ ആൾക്കാർ എനിക്ക് നാളത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഞാനത് ഇത് പറയാം. നമ്മളുടെ സ്റ്റോറേജ് യൂണിറ്റ്, ഇവിടെ നമ്മൾ ഹാങ്കർ യൂണിറ്റ് ആയിരുന്നു വെച്ചിരുന്നത്. ആ ഹാങ്കർ യൂണിറ്റ് പാൻ ഹാങ്കർ യൂണിറ്റ് ആയിരുന്നു വെച്ചത്. അത് നമ്മൾ മാറ്റി. അത് കഴിഞ്ഞാൽ ഇത് നോർമൽ കോർണർ യൂണിറ്റ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഷെൽഫായിരിക്കും. ഇത് നമുക്ക് സ്റ്റോറേജ് അകത്തോട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഈസ്റ്റ് സൈഡിലോട്ട് വന്നാൽ, ഈസ്റ്റ് സൈഡിൽ 35 സെന്റിമീറ്ററിന്റെ 2 ഡ്രോയർ, 52 സെന്റിമീറ്ററിന്റെ ടാൻഡം ബോക്സ്, 17 സെന്റിമീറ്ററിന്റെ ഇത് 35 സെന്റിമീറ്റർ എല്ലാം ടാൻഡം ബോക്സ് ആണ്. അതായത് സ്ലൈഡേഴ്സ് എല്ലാത്തിനും താഴെ ആയിരിക്കും. അപ്പം കട്ട്ലറി വെക്കാൻ വേണ്ടി ഉള്ള ഡ്രോയർ. അത് കഴിഞ്ഞാൽ 5 ലിറ്ററിന്റെ കുക്കർ വരെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള 52 സെന്റിമീറ്റർ അല്ലെങ്കിൽ 50 സെന്റിമീറ്റർ ഷട്ടറിന്റെ ഹൈറ്റ് വരുന്ന ഡ്രോയർ, 35 സെന്റിമീറ്റർ ഷട്ടറിന് ഹൈറ്റ് വരുന്ന ഡ്രോയർ, 1 ലിറ്ററിന്റെ കുപ്പി വരെ താഴെയും മേളിൽ വെക്കാവുന്ന 1 ലിറ്ററിന്റെ കുപ്പി വെക്കാവുന്ന 2D പുള്ളൗട്ട്, ബോട്ടിൽ പുള്ളൗട്ട്. ഇനി നമ്മൾ വോൾ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ മേളിൽ ഫ്ലാപ്പ് ഡോർ യൂണിറ്റ്, താഴെ നമുക്ക് 32 ലിറ്റർ വരെയാണ് മൈക്രോവേവ് ഓവൻ വെച്ചിരിക്കുന്നത്. 28 ലിറ്ററിന്റെ മൈക്രോവൻ വെച്ചിരിക്കുന്നത്. സാമാന്യം നല്ല വലിപ്പമുള്ള മൈക്രോവനാണ്. മേളത്തിൽ ഒരു ഫ്ലാപ്പ് ഡോർ യൂണിറ്റ്. മേളത്തെ ഫ്ലാപ്പ് ഡോർ അല്ലാതെ ഓപ്പൺ ഡോർ വേണേൽ ആക്കാം. മേളത്തെ ഫ്ലാപ്പ് താല്പര്യമില്ല, ഓപ്പൺ ആക്കണമെങ്കിൽ ഓപ്പൺ ആക്കാം. നോർത്ത് വോളിനകത്ത് വോൾ യൂണിറ്റ്സ് GTPT. ഈ GTPT യൂണിറ്റ് ബെത്ത് ലിവിങ്ങിന്റെ രീതിയിലുള്ള GTPT യൂണിറ്റാണ്. ഡിപ് ട്രേ കാണും. ഈ പടത്തിൽ കാണിക്കുന്നത് പോലെ വയർ ബാസ്ക്കറ്റ് ആയിരിക്കത്തില്ല, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ ആയിരിക്കും ഡിപ് ട്രേ. അതേപോലെ തന്നെ പ്ലേറ്റ് ഹോൾഡർ, ഗ്ലാസ് ഹോൾഡർ. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോറേജ് യൂണിറ്റ്, പിന്നെയും സ്റ്റോറേജ് യൂണിറ്റ്. ഈസ്റ്റിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് വോൾ യൂണിറ്റ് 35 സെന്റിമീറ്ററിന്റെ ഇതുപോലെ ഡോറുള്ള മോഡൽ. ഓക്കെ. ഇനി പാൻട്രി യൂണിറ്റിനകത്ത് നമ്മൾ ഫസ്റ്റ് ചോദിച്ചത്, അല്ലെങ്കിൽ പാൻട്രി യൂണിറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ടോൾ യൂണിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ടോൾ യൂണിറ്റിനകത്ത് 55 സെന്റിമീറ്റർ വീതിയുള്ളതാണ്. ഇതിനകത്ത് താഴത്തെ ഷെൽഫ് 1 അടിയോളം ഹൈറ്റ് വരും. അത് ഓരോന്നിനകത്ത് ഓരോ സെയിം ഹൈറ്റ് ആയിരിക്കും. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിന്റെ വ്യത്യാസമേ വരത്തുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞത് താഴത്തെ സ്ഥലം കൂടുതൽ ഇത് വേണം,
ബാക്കിയുള്ള സ്ഥലം അതിനനുസൃതമായിട്ട് കുറയ്ക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനകത്ത് നമ്മൾ 2 ഷെൽഫ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഈ ഹൈറ്റ് തന്നെ നമ്മൾ നിലനിർത്തും. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഷെൽഫ് വരും, 2 ഷെൽഫ് വരും. ആ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്ര ഗ്യാപ്പ് വരും എന്നുള്ളത് ഞാൻ കമ്പനി ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി കഴിയുമ്പോൾ അതും ചെയ്യാം. ബഡ്ജറ്റിനകത്ത് അഡീഷണൽ 2 ഷെൽഫ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതല്ലാതെ ഇവിടെ ഒരു എൻഡ് ക്യാപ്പ് വരും. ഈ എൻഡ് ക്യാപ്പിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇതുപോലെ നമുക്കൊരു ക്യാപ്പ് ലാസ്റ്റ് വരും. കാരണം ഈ എൻഡിൽ നമ്മുടെ ഫോമിങ്സ് ഈ എൻഡിലായിരിക്കും വരുന്നത്. അപ്പം കയറി വരുന്ന ഭാഗം തന്നെ നമ്മുടെ ആ ഫോമിങ്സ് കാണാതിരിക്കാൻ വേണ്ടി, ബൈൻഡിങ് ഒക്കെ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ എൻഡ് ക്യാപ്പ് ആണ് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ടോൾ യൂണിറ്റ്. പിന്നെ ടോൾ യൂണിറ്റിനകത്ത് ചോദിച്ച മാഡത്തിൻ്റെ ചോദ്യം ഡോർ ഓപ്പണിങ്. ഈ ഡോർ ഓപ്പണിങ് ഓരോ യൂണിറ്റിനും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡോർ, റൈറ്റ് ഹാൻഡ് സൈഡ് ഡോർ എന്നുണ്ട്. ആ കോഡ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വരുമ്പം ഇത് മാറിപ്പോകും. അപ്പം അത് കസ്റ്റമൈസ് ചെയ്യുകയല്ല, ഓരോ ഡോറും നമ്മളിങ്ങനെ, അതിനാണ് ഈ ഡോർ ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഡോർ വരുന്നത്. അപ്പം ഇതിൻ്റെ ഹിഞ്ചസ് വരുന്നത് ഈ യൂണിറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ്. ഈ യൂണിറ്റ്, അതായത് നമ്മളെ ആണ് ഈ പറഞ്ഞ പോലെ തന്നെ അവർ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഹിഞ്ചസ് വരുന്നത് RHSD, അത് സെപ്പറേറ്റ് കോഡാണ്. അപ്പം അങ്ങനെ കോഡ് ഇട്ട് കറക്റ്റ് ആണ് നമ്മൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. ഡോർ ഓപ്പണിങ്, ബിഗ് ടിൻസ്, അതേപോലെ തന്നെ ഷെൽഫിൻ്റെ ഗ്യാപ്പുകൾ, ഡോറിൻ്റെ ഓപ്പണിങ്, വാട്ടർ പ്യൂരിഫയർ അണ്ടർ ദ സിങ്ക്. മൂന്നാമത് ചോദിച്ചത് വാട്ടർ പ്യൂരിഫയർ അണ്ടർ ദ സിങ്ക്. അത് വാട്ടർ പ്യൂരിഫയർ അണ്ടർ ദ സിങ്ക് കൊണ്ടുവന്നു. ഈ യൂണിറ്റിന്റെ മെഷർമെന്റ് നമ്മൾ ചെറുതായിട്ട് കൂട്ടി. ഇത് 90 സെന്റിമീറ്റർ ആണ് ഇപ്പം ഈ യൂണിറ്റിന്റെ നീളം. അപ്പൊ ഇതിനകത്ത് വാട്ടർ പ്യൂരിഫയർ അണ്ടർ ദ സിങ്ക്, വാട്ടർ പ്യൂരിഫയർ സോറി അതെ, ഇതിന്റെ താഴെ വാട്ടർ പ്യൂരിഫയർ വരും. ഇത് വാട്ടർ പ്യൂരിഫയറിന്റെ RO മോഡലിന്റെ ഇതാണ്, യൂണിറ്റിന്റെ ഒരു മെഷർമെന്റ് ആണ് വെച്ചാണ്. അതേപോലെ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ടാങ്ക് വരും. ഇതിനകത്തൊരു ഇത് വരും, ഒരു റബ്ബറിന്റെ ഒരു ബ്ലാഡർ വരും. ആ ബ്ലാഡർ അതാണ് മേളിലോട്ട് വെള്ളത്തെ ഈ പറഞ്ഞ പോലെ തള്ളുന്നത്. അങ്ങനെ ബ്ലാഡർ വരുന്ന ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ടാങ്ക്. അതേപോലെ തന്നെ നമ്മുടെ ഇത് വേസ്റ്റ് ബിന്ന് ഡ്രോയർ ടൈപ്പ്, അതേപോലെ ഡിറ്റർജന്റ് റാക്ക്. ഇതൊക്കെ ഈ പടത്തിൽ കാണുന്നത് പോലെ അല്ലെങ്കിലും മെഷർമെന്റുകളെല്ലാം ഇതിന്റെ കറക്റ്റ് സെയിം ആണ്. മേളിൽ ഇതുപോലെ വാട്ടർ പ്യൂരിഫയറിന്റെ ടാപ്പ് ഗ്രാനൈറ്റ് വെക്കാം. ഇത് വേണേലും ചെറുതായിട്ട് പൊക്കി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വോളിനകത്ത് ആണെങ്കിലും വെക്കുന്നുണ്ട്, ചിലവർ വെക്കുന്നുണ്ട്. അപ്പോൾ ആ വയറ് പോകുന്നത് കാണും. ഇതാകുമ്പോൾ വയറ് പോകുന്നത് കാണത്തില്ല, വെള്ളത്തിന്റെ പൈപ്പ് പോകുന്നത്, ഫ്ലെക്സിബിൾ ഹോസ് പോകുന്നത് കാണാം. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് 36 ഇഞ്ച് ഇൻറ്റു 18 ഇഞ്ചിന്റെ സിംഗിൾ ബൗൾ വിത്തൗട്ട് ഡ്രെയിൻ ഏരിയ ഉള്ള ടൈപ്പാണ് ബൗൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ആ പഴയ ബൗൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ചോദിച്ച വാട്ടർ പ്യൂരിഫയർ വോൾ യൂണിറ്റ് ചേഞ്ച് ടു സ്റ്റോറേജ് ഉണ്ട്. അതെ, വാട്ടർ പ്യൂരിഫയറിന്റെ യൂണിറ്റ് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. വാട്ടർ പ്യൂരിഫയർ യൂണിറ്റ് ചേഞ്ച് ടു സ്റ്റോറേജ് യൂണിറ്റ്. സിങ്ക് യൂണിറ്റ് അണ്ടർ വേസ്റ്റ് ബിന്ന്, വേസ്റ്റ് ഡിറ്റർജന്റ് റാക്ക്, വാട്ടർ പ്യൂരിഫയർ, ചെക്ക് ഫോർ അവൈലബിൾ സ്പേസ്, വേസ്റ്റ് സജസ്റ്റഡ്. ഓക്കെ, അതെ, അത് വേസ്റ്റ് ബിന്നും അതേപോലെ വേസ്റ്റ് ഡ്രോയറും ഇതുമെല്ലാം ഇതിനകത്ത് ഇരിക്കും. അതാണ് പിന്നെ ചോദിച്ച മാഡത്തിന്റെ ചോദ്യം. ഇതൊന്നും കസ്റ്റമൈസ് ചെയ്യല്ല. ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാൽ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാം. കസ്റ്റമൈസ് അല്ല, ഇത് ഓരോന്നും സ്റ്റാൻഡർഡൈസ് ചെയ്ത് മോഡ്യൂൾസ് കമ്പനിയുടെ പൈപ്പ് ലൈനിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കസ്റ്റമൈസേഷൻ അല്ല. ഇത് ശരിക്കും കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അളവിനനുസരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കസ്റ്റമൈസേഷൻ. ഇത് കസ്റ്റമൈസേഷൻ അല്ല, ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുകയാണ്. സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡിമാൻഡ് വരുമ്പം ആ ഡിമാൻഡിന് എഗെയിൻസ്റ്റ് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഡിമാൻഡ് വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ഡിമാൻഡ് പറഞ്ഞു, ഞങ്ങൾക്ക് വിക്കർ ബാസ്ക്കറ്റ് മേളിലും താഴെയും നടുക്ക് ടാൻഡം ബോക്സ് വേണം. ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇവർ നോക്കുന്നത് ഇതുപോലെ വേറെ ഡിമാൻഡ് വരുന്നുണ്ടോ, ഇങ്ങനത്തെ ഡിമാൻഡിനകത്ത് അവർക്ക് ആ ഡിസൈനിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ. അതേ നേരം ഇതുപോലെ ഒരു ഡിമാൻഡ് അവർക്കില്ല. അതേ വേറൊരു രീതിയിൽ ടാൻഡം ബോക്സും വിക്കർ ബാസ്ക്കറ്റും
മിക്സ് ചെയ്തുള്ള ഒരു യൂണിറ്റ് പലരും ചോദിക്കുന്നുണ്ട്. 3 ടാൻഡം ബോക്സ് ആയിട്ട് വേണ്ട. അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് അവർ ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ അത് സ്റ്റാൻഡർഡൈസ് ചെയ്യും. അപ്പം ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ ഇതിന് ഓരോന്നും ഒരു മെഷർമെന്റ് കറക്റ്റായിട്ട് കാണും. അങ്ങനെ വിക്കർ ബാസ്ക്കറ്റ് ഓൾറെഡി സ്റ്റാൻഡർഡൈസ് ചെയ്ത ഒരു മോഡ്യൂളാണ്, പുതിയ മോഡ്യൂളാണ് വിത്ത് ഡ്രോയർ. അപ്പം അത് ഞാൻ വിറ്റിട്ടില്ലാത്ത കാരണമാണ്, ഞാൻ അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത കാരണമാണ്. എനിക്ക് അതിൻ്റെ ഡ്രോയർ മേളിലാണോ താഴെയാണോ വരുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് വന്ന് സർക്കുലറിനകത്താണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡ്രോയിങ് ചോദിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഞാനിപ്പോൾ പടത്തിയിട്ടിരിക്കുന്നതിന് പകരം ഓപ്പോസിറ്റ് ആകാനേ സാധ്യതയുള്ളൂ. അതുമാണ് ഒന്ന്. സിങ്ക് യൂണിറ്റ് അണ്ടർ ഓപ്പൺ ഷെൽഫ് അത് പറയാം സാറേ. ഈ വിക്കർ ബാസ്ക്കറ്റിൻ്റെ അത് കഴിഞ്ഞാൽ നമ്മൾ ഹാങ്കറിൻ്റെ ഇത് മാറ്റിയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് ആക്കി. പിന്നെ ചോദിച്ച ചോദ്യം ഓപ്പൺ ഷെൽഫ് മാറ്റിയിട്ട്, അതെ, ഇത് 335 സെൻറ്റിമീറ്റർ വീതിയുണ്ട്. 35 മുതൽ നമുക്ക് ഡോർ അവൈലബിൾ ആണ്. ഈ ഡോറിന് ഒരു ഇതേ ഉള്ളൂ, ഗ്ലാസ് ഡോർ കിട്ടത്തില്ല, നോർമൽ ഡ്രോർ ആയിരിക്കും. അപ്പം കാരണം 1.5 ഇഞ്ചോളം ഈ പറഞ്ഞ ഇതിൻ്റെ ബോർഡർ വരും. അത് അപ്പോൾ അത് കാരണം ആണ് ആ സ്ട്രക്ചർ വരുമ്പോൾ ഗ്ലാസ് തീരെ ചെറുതായി പോകും, കാണാൻ ഒരു ഷോ ആണുള്ള കാരണമാണ് പ്ലെയിൻ ഡോർ ആയിട്ട് വരുന്നത്. ഓപ്പൺ ഷെൽഫ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ചിമ്മിനി ഡോർ റിക്വയർഡ്. ഫ്ലാറ്റ് ഡോർ ആകുമ്പോൾ ഫ്ലാറ്റ് ഡോർ ഇതിനില്ല, നോർമൽ ഡോർസ് ആണ് അവൈലബിൾ ഈ മെഷർമെൻറ്റിനകത്ത്. ഓക്കെ, ഗ്ലാസ് ഡോർ റിക്വയർഡ്. ഗ്ലാസ് ഡോർ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, നോർമൽ ഡോർ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓപ്പൺ ഷെൽഫിൽ നമ്മൾ മാറ്റിയിട്ട് ഡോർ ഉള്ളതാക്കി. ഗ്ലാസ് ഡോർ നമുക്കില്ല. ചിമ്മിനി പൊസിഷൻ സ്റ്റാർട്ട്സ് ഫ്രം വിൻഡോ 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. വിൻഡോ ഓവർലാപ്പിങ് ഇല്ല, അത് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. കാരണം ഇവിടെ വരുന്ന യൂണിറ്റ് ശരിക്കും ഈ ഡോറിൻ്റെ ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് നിൽക്കും. അപ്പം ഈ വിൻഡോ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടും. ഈ വെസ്റ്റ് സൈഡിലെ വിൻഡോയും നമ്മൾ അത്രയും വലിയ പ്രശ്നം വരത്തില്ല. കാരണം അതും ഡോറും തമ്മിൽ ഗ്യാപ്പ് വ്യത്യാസമാണ്. അത് അടുത്ത സ്കെച്ചിൽ അല്ലെങ്കിൽ കാണിക്കാം. ഇത് വിൻഡോയെ ആ ഒരു ചെറിയ വേരിയേഷനെ വരുത്തും. അത്ര ഓവർലാപ്പിങ് ഇവിടെ വരത്തില്ല. മാഡത്തിന് മനസ്സിലായി, ഇത് മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് ലേഔട്ടിനകത്ത് അയച്ച് കിട്ടുന്നതാണ്. ഇവിടെയും ഇത് എത്ര ഓവർലാപ്പിങ് വരും എന്ന് പറഞ്ഞാൽ, ഈ സ്പേസ് ഈ വിൻഡോ കഴിഞ്ഞിട്ട് നമുക്ക് 20 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇത് 40 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെത്. അതായത് ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ ഇത് മാത്രമേ ഓവർലാപ്പിങ് മാത്രമേ വരത്തുള്ളൂ. കാണിച്ചു തരാം. ഒരു 18 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്ററിൻ്റെ വേരിയേഷനേ വരത്തുള്ളൂ ഇതിൻ്റെ ഓവർലാപ്പിങ്. അപ്പോൾ അത് കാരണം നമ്മൾ വിൻഡോസ് അത്രയും ഈ പറഞ്ഞ അടഞ്ഞു പോകുക അങ്ങനെ ഒരു പ്രശ്നം അതിന് വരത്തില്ല. പിന്നെ ചോദിച്ചത് ഓവൻ യൂണിറ്റ് മെഷർമെൻറ്റ്, സ്റ്റോറേജ് സ്പേസ് എബവ് ഇഫ് കസ്റ്റമൈസ് യൂണിറ്റ് ഹൗ മെനി അവൈലബിൾ. ഓക്കെ, അതായത് ഈ ഓവൻ്റെ യൂണിറ്റ് കസ്റ്റമൈസ് ചെയ്യുന്ന യൂണിറ്റ് അല്ല, ഇതും ഇതേപോലെ തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത യൂണിറ്റ് ആണ്. നമുക്ക് ആ ഓരോ യൂണിറ്റിനും വേരിയബിൾ മെഷർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 60 സെൻറ്റിമീറ്റർ 70 സെൻറ്റിമീറ്റർ, അതാണ് 2 മെഷർമെൻറ്റ്. ഈ 60 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെ 60 സെൻറ്റിമീറ്ററും ഇവിടം മുതൽ ഇവിടം വരെ 70 സെൻറ്റിമീറ്റർ. ബാക്കി ഈ ഹൈറ്റ് സ്റ്റാൻഡർഡൈസ് ആയിട്ട് 70 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്.
പിന്നെ അതേപോലെ തന്നെ ഡോർ ഉള്ള മോഡലുണ്ട്, ഡോർ ഇല്ലാത്ത മോഡലുണ്ട്. ഇതിന്റെ താഴെ യൂണിറ്റ് വെസ്റ്റ് സൈഡ് താഴെ എത്ര സ്പേസ് കിട്ടുമെന്ന് ഇതാണ്. 51 സെന്റിമീറ്ററോളം നമുക്ക് ഈ യൂണിറ്റും ഈ ഗ്രാനൈറ്റും ഏകദേശം ഒരു 49 സെന്റിമീറ്റർ കിട്ടും. ഇപ്പൊ ഇതിനകത്ത് ഗ്രാനൈറ്റ് ഇല്ലാതെ ആയിരിക്കും ഇരിക്കുന്നത്. 49 സെന്റിമീറ്ററോളം ഇതാണ്. ഇപ്പൊ ഈ യൂണിറ്റ് വരുന്നത് 70, ഇത് 50, ഇത് 81 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ. അപ്പൊ 49 സെന്റിമീറ്ററോളം നമുക്ക് കിട്ടും. അത് 49 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മിക്സി, ആ മിക്സിയുടെ മേളിൽ ഒരു മിനി ചട്നി ജാർ വെച്ച് സുഖമായിട്ട് വെക്കാം. മിക്സിക്ക് എനിക്ക് തോന്നുന്നു 25 സെന്റിമീറ്ററും അതെ അത്രത്തോളം താഴെ നമുക്ക് സ്പേസ് കിട്ടും. അവിടെ നമ്മുടെ കെറ്റില് അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റും. പിന്നെ മോപ്പ് യൂണിറ്റ് ഇതിനകത്ത് വെക്കാൻ സ്ഥലമില്ല. മോപ്പ് യൂണിറ്റ് നമുക്ക് വേറൊരു മുറിയിലോട്ട് സെപ്പറേറ്റ് വേണമെങ്കിലും കൊണ്ടുപോകാം. മോപ്പ് യൂണിറ്റ് ഒരു 20-25,000 രൂപയോളം വില വരുന്നതാണ്. അതിന് പകരം അത് ഒരു അലുമിനിയം ഫാബ്രിക്കേഷനകത്ത് ഒരു മോഡ്യൂളായിട്ട് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. ഇത്രയും എക്സ്പെൻസ് വരത്തില്ല. എപ്കോയുടെ പ്രൊഫൈൽസ് ഉണ്ട്. എപ്കോയുടെ നമ്മൾ ഈ യൂണിറ്റിനകത്ത് വെക്കാൻ പോകുന്ന അക്സസറീസും മാറ്റിന്റെ പറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ആ മോപ്പ് യൂണിറ്റിനെ പറ്റിയും കൂടെ പറയാം. ടാൻഡം ബോക്സ്, പ്ലെയിന്, അക്സസറീസ്, അതിന്റെ ഫോട്ടോസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് മാഡം. അത് ഞാൻ അയച്ചു തരാം. അതിനെപ്പറ്റിയാണ് പറയാം. വിക്കർ ബാസ്ക്കറ്റ് മെഷർമെന്റ് വിത്ത് യൂസ് വിത്ത് കസ്റ്റമൈസ്. വിക്കർ ബാസ്ക്കറ്റിന്റെ മെഷർമെന്റ് ഞാൻ പറയില്ല, അത് സ്റ്റാൻഡേർഡൈസ് ചെയ്ത മോഡ്യൂളാണ്. സിങ്ക് മെഷർമെന്റ് മാക്സിമം 30 ഇഞ്ച് ഇൻറ്റു 30 ലേഔട്ടിനകത്ത് വേണ്ട, 30 ഇഞ്ച് ഇൻറ്റു 18 ഇഞ്ച്, അതാണ് രണ്ടടി 5 ഇഞ്ച് 14 ഇതായിട്ട് 12, 12, 24, 24 5ഉം 29, 30 ഇഞ്ച് എന്ന് കുട്ടിക്കും വേണം. 30 ഇഞ്ച് ഇൻറ്റു 18 ഇഞ്ച്, അതാണ് ഈ സിങ്കിന്റെ നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന മെഷർമെന്റ്. അതാണ് മാക്സിമം. ട്രെയിൻ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഉള്ളത് എടുക്കാം. ട്രെയിൻ ഉള്ളതാണേലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ല, ഈ ഓവർലാപ്പിങ്ങും ഇതൊക്കെ ചെയ്യാൻ എളുപ്പം. അതായത് സിങ്ക് താഴെ വരും, മേളില് ഗ്രാനൈറ്റ് വരും. ആ രീതിയിലൊക്കെ ചെയ്യാൻ സിംഗിൾ ബോളാണെങ്കിൽ കാണാൻ കുറച്ചുകൂടെ വൃത്തിയായിരിക്കും. അപ്പൊ അതാണ് സിങ്കിന്റെ മെഷർമെന്റ്. ഇനി മോപ്പ് യൂണിറ്റിനെ പറ്റി പറയുന്ന മുമ്പ് ആ ടാൻഡം ബോക്സ് അകത്തിരിക്കുന്ന അക്സസറീസിനെ പറ്റി. ഇതെല്ലാം ടാൻഡം ബോക്സ് കമ്പനി ഇന്ന് ഡിഫോൾട്ട് ആയിട്ടാണ് വരുന്നത്. ഈ ടാൻഡം ബോക്സുകളെല്ലാം വരുന്നത്. അതായത് ഇതിനകത്ത് പ്ലെയിൻ ആയിരിക്കും, വേറൊന്നും കാണത്തില്ല. അപ്പോൾ കമ്പനിയിൽ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം കട്ട്ലറി ഓർഗനൈസർ റിക്വയർഡ്, പ്ലേറ്റ് ഹോൾഡർ റിക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്ലറി ഓർഗനൈസർ അവർ എപ്കോയുടെ ഓർഗനൈസർ ഒരെണ്ണം വാങ്ങിച്ച് ഇതിന്റെ കൂട്ടത്തിൽ അയച്ചു തരും. അതേപോലെ തന്നെ പ്ലേറ്റ് ഹോൾഡർ ഞങ്ങളുടെ തന്നെ ഒരു പ്ലേറ്റ് ഹോൾഡർ ഉണ്ട്, കമ്പനിക്ക് തന്നെ ഒരു പ്ലേറ്റ് ഹോൾഡർ ഉണ്ട്. അതല്ലാതെ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തരുന്ന ബഡ്ജറ്റിനകത്ത് നമ്മളിങ്ങനെ ടാൻഡം ബോക്സ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ആന്റി സ്ലിപ്പ് മാറ്റ് എന്നും പറഞ്ഞ് എപ്കോയുടെ ഒരു മാറ്റ് ഉണ്ട്. അപ്പൊ ആ മാറ്റ് ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4 മാറ്റിന്റെ അടുത്ത് ആവശ്യം വരും. ഇപ്പോൾ ഇത് ഒരു കിച്ചൺ അല്ലേ മാഡത്തിന്റെ, ഇതിനകത്ത് എങ്ങനെയാണെങ്കിലും ഒരു 2 എല്ലാ കസ്റ്റമറും നിർബന്ധമായിട്ട് വരും. ഒരു 3 റോള്, ഒരു റോളിന് 5 മീറ്റർ നീളമായിരിക്കും. 3 റോളെങ്കിലും ഒരു കസ്റ്റമറിന്റെ ഈ പ്രോജക്റ്റിന് ആവശ്യം വരും. ഒരു അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഈ ആന്റി സ്ലിപ്പ് മാറ്റ്, ആ മാറ്റ് എല്ലാ യൂണിറ്റിനകത്തും കാണും. ഈ GTPT യൂണിറ്റിനകത്ത് മാത്രം ആന്റി സ്ലിപ്പ് മാറ്റ് പൊതുവെ ഇടാറില്ല, കാരണം അതിന്റെ താഴെ ഡിപ്രേ ഉള്ള കാരണം ഇടാറില്ല. ബാക്കിയുള്ള എല്ലാത്തിനകത്തും ആന്റി സ്ലിപ്പ് മാറ്റ് വരും. ഒരു റോളിന് ഏകദേശം 1 മീറ്ററിന് 500 രൂപ വെച്ച്. നമുക്ക് ഒരു പ്രോജക്റ്റിനകത്ത് ഒരു 15 മീറ്റേഴ്സ്
നോർമലി വരും. അത് ഈ പറയുന്ന ബഡ്ജറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതൊന്ന്. അതേപോലെ തന്നെ ഈ ഡ്രോയർ, ഈ ഓർഗനൈസർ നമ്മൾ എപ്പോഴും തന്നെയാണ് ഓർഗനൈസർ, PVC ഓർഗനൈസർ, അതേപോലെ തന്നെ ഒരു 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെറ്റൽ പ്ലേറ്റ് ഹോൾഡറും, അതേപോലെ തന്നെ PVC തന്നെ ഉള്ള പ്ലേറ്റ് ഹോൾഡർ, അതും ഈ 52 സെൻറ്റിമീറ്ററിൻ്റെ യൂണിറ്റിനകത്ത് കാണും. അതേപോലെ ഇതിനകത്ത് 2 വയർ 304 വയേർഡ് കപ്പ് ആൻഡ് സോസ് ഹോൾഡറും ഇതിനകത്ത് കാണും. അപ്പം 1, 2, 3, 4 ഈ യൂണിറ്റിനകത്ത് ഈ അക്സസറീസ് കാണും. അത് സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമർ വേറെ വാങ്ങിക്കേണ്ട. ഇതിനകത്ത് ഒരു ഓർഗനൈസർ, ഇതിനകത്ത് ഒരു പ്ലേറ്റ് ഹോൾഡർ, ഒരെണ്ണം PVCയും ഒരെണ്ണം 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും. അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം. ഇത് കപ്പ് ആൻഡ് സോസിൻ്റെ 304ൻ്റെ 2 വെയർ ബാസ്ക്കറ്റ്. അപ്പം നമ്മൾ ആൻറ്റി സ്ലിപ്പ് മാറ്റ് ഇട്ടിട്ട് അതിൻ്റെ മേളിലാണ് ഈ അക്സസറീസും കൂടെ വെക്കുന്നത്. അതൊക്കെ ജസ്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഊരിയെടുക്കാം. അതൊന്നും ക്ലിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതേപോലെ തന്നെ മോപ്പ് യൂണിറ്റ് ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. മോപ്പ് യൂണിറ്റ് ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ ഒരു 25,000 രൂപയ്ക്ക് അടുത്ത് വരും. ആ മോപ്പ് യൂണിറ്റിന് പകരം ഞാൻ എൻ്റെ ഫോട്ടോസ് അയച്ചുതരാം. ആ മോപ്പ് യൂണിറ്റിന് പകരം ഒന്നെങ്കിൽ ആ മോപ്പ് യൂണിറ്റ് വാങ്ങിച്ച് നമുക്ക് വേറെ എവിടെയെങ്കിലും ഇൻറ്റീരിയലായിട്ട് പിടിപ്പിക്കാം, അല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷനകത്ത് സെക്കൻഡ് കിച്ചണോട് ചേർന്ന് എവിടെയെങ്കിലും ഒരു സ്പേസിൽ ഒരു മോപ്പ് യൂണിറ്റ് എപ്പോഴും പ്രൊഫൈലുണ്ട്. ഈ മോപ്പ് ഹാങ് ചെയ്യുന്ന രീതിയിലൊരു പ്രൊഫൈലല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പാൻ ഹാങ്കറും ഈ മോപ്പ് യൂണിറ്റിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രോയർ പോലെയാണ്. ഡ്രോയർ അല്ല, ഒരു റെയിലിൽ ഒരു പാർട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതിലിങ്ങനെ ഹുക്കുകൾ കാണും. അതേ സെയിം സാധനം തന്നെയാണ് ഈ പാൻ ഹാങ്കറിനകത്തുള്ളത്. അപ്പം ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനകത്ത് ഒരു മേളിലൊരു ഹാങ്കർ പോലത്തുള്ള സാധനം ഞങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷനകത്ത് അത് ചെയ്യാൻ പറ്റും. തമ്മിലൊരു വ്യത്യാസം ഒരു 15,000 രൂപയ്ക്കടുത്തുള്ള വ്യത്യാസം കാണും. പക്ഷേ ഇത് കുറച്ചും കൂടെ സ്റ്റഡി ആയിരിക്കും. അത് നമ്മുടെ ബെത്തിൻ്റെ പ്രോഡക്റ്റാണ്. കുറച്ചും കൂടെ മെറ്റലല്ലേ, കുറച്ചും കൂടെ ബലവും കാര്യങ്ങളും കാണും, സ്റ്റൈലായിരിക്കും. അപ്പം എന്താണെങ്കിലും അങ്ങനെ ഒരു മോപ്പ് യൂണിറ്റ് ഞാൻ ഫോട്ടോ ഡീറ്റെയിൽസ് അയച്ചു തരാം. അത് ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് അതും കൂടെ മാഡം പറയുക. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ലേഔട്ട്. ഈ ലേഔട്ടിനകത്ത് ഒരു സ്കെച്ചും കൂടെ ഇതിനകത്ത് 2-3 പേജും കൂടെ ആഡ് ആവും. ആ പേജ് എന്നാന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ആൻഡ് പ്ലംബിങ്. അതായത് നമ്മൾ നോർമലി കസ്റ്റമറിന് കൊടുക്കുന്ന ഈ 5 ഡോക്യുമെന്റ് ഉണ്ട്. കച്ചവടം നടക്കുന്ന ഇത് ഡെലിവറിക്ക് മുമ്പേ പോകുന്ന 3 ഡോക്യുമെന്റ് ഉണ്ട്. 1 ഒരു എഗ്രിമെന്റ് പേപ്പർ, 2 നമ്മുടെ കൊട്ടേഷന്റെ ഡീറ്റെയിൽസ്, 3 ഒരു ലേഔട്ട്, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്ങിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലേഔട്ട്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് പേജിനകത്ത് ഇത് മൊത്തം ഇതാണ് നോർത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത്. നോർത്ത് മനസ്സിലായത്? ഇത് ഓരോന്നും മൊത്തം എത്ര അവൈലബിൾ സ്പേസ്, ഇതെല്ലാം MM-ലാണ് യൂണിറ്റുകൾ വരുന്നത്. കാരണം നമ്മൾ ആ MM-ൽ തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും കസ്റ്റമറിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ അവൈലബിൾ സ്പേസ് ഒക്കെ ഒന്നും കൂടെ കറക്റ്റായിട്ട് ഡയഗ്രത്തിൽ കൊണ്ടുവരുന്നു, യൂണിറ്റ് കറക്റ്റായിട്ട് കയറുക എന്നുള്ളതൊക്കെ. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു ഡ്രോയിങ് ആണ്. വോൾ യൂണിറ്റ്സുകളുടെ മെഷർമെൻറ്റ്, വെസ്റ്റ് വോളിനകത്തുള്ള മെഷർമെൻറ്റ്, നോർത്ത് വോളിനകത്തുള്ള മെഷർമെൻറ്റ്. ഇപ്പോൾ ഇതിനകത്ത് ഓരോ യൂണിറ്റിനകത്തും അതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ട്. ആ സീരിയൽ നമ്പർ കൊട്ടേഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സീരിയൽ നമ്പറിൻ്റെ ഡിസ്ക്രിപ്ഷനും കാണാം, വിലയും കാണാം. ഈസ്റ്റ് വോള്, അതേപോലെ തന്നെ ഗ്രാനൈറ്റ്. ഈ ഗ്രാനൈറ്റും വോൾ ടൈലിൻ്റെയും മെഷർമെൻറ്റ് ഒരു അപ്രോക്സിമേറ്റ് ആണ്. അതായത് 90% അക്യുറസി വെച്ചോളൂ. കാരണം നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് ആണ് അത് എടുക്കുന്നത്. അതേത് തന്നെ ബാക്കിയൊരു ഗ്രാനൈറ്റ് പണിക്കാരന് അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ എടുക്കുന്ന പറഞ്ഞാൽ ഞാൻ വെട്ടർനൈറ്റ് ടൈല്, നമ്മളിപ്പോൾ ഗ്രാനൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, ഗ്രാനൈറ്റ് എന്നുള്ള പേര് പറയുന്നുണ്ടല്ലോ, ഞാൻ എപ്പോഴും ഈ കജാരിയ വെട്ടർനൈറ്റ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അത് 7 അടിയാണ് നീളം, 2400 mm. അപ്പം 8 അടിയാണ് നീളം, 8 feet.
8 ഫീറ്റ്. അപ്പം 8 ഫീറ്റിന്റെ ഒരു സാധനം നമ്മൾ എത്ര പീസായിട്ട് എടുക്കേണ്ടി വരും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 7 അടി, ഇവിടെ 7 അടി. കാരണം ഇത് 8 അടി ആക്കിയാൽ ഈ സിങ്കിനകത്ത് ജോയിന്റ് വരും. അപ്പൊ അത് വരാതിരിക്കാൻ 7, 7. അതേപോലെ തന്നെ ഇത് ഇവിടെയാണ് ഹോബ് വരുന്നത്, ഇത് 6 അടി. അപ്പം ഈ നമുക്ക് ഒരു പീസ് ഫുള്ളായിട്ട് ഒരടിയെ വേസ്റ്റേജ് വരത്തുള്ളൂ, ഇതിനകത്ത് ഒരടിയെ വേസ്റ്റേജ് വരത്തുള്ളൂ, ഇതിനകത്ത് 2 പീസായിട്ട് നമുക്കിങ്ങനെ ഒരടി ഇതായിട്ട് കിട്ടും. അങ്ങനെ 42 സ്ക്വയർ ഫീറ്റ്, മൊത്തം 42 സ്ക്വയർ ഫീറ്റ് ഏകദേശം 190 രൂപയോളം വരും ഈ സാധനം. ഇതിനേക്കാളും കുറച്ചുകൂടെ വില കൂടും, 200 രൂപ എന്ന് വെച്ച് കൂട്ടിയാൽ മതി. ഇപ്പൊ നാനോ വൈറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 540 സ്ക്വയർ ഫീറ്റിന് വരും. ലേബർ ചാർജ് ഒരു 6 ലേബർ, 2 പേര് 3 ദിവസം അല്ലെങ്കിൽ 3 പേര് 2 ദിവസം എന്നുള്ള രീതിയിലാണ് 18,480. പിന്നെ വോൾട്ടൈൽ. അപ്പോൾ ഈ വോൾട്ടൈൽ നമ്മൾ ഫ്ലോർ യൂണിറ്റ്സിന്റെ ബാക്ക് ഒട്ടിക്കുന്നില്ല, നമ്മൾ അവിടെ ഡിമോളിഷ് ചെയ്ത് കഴിയുമ്പം അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറ്റുന്നത്രയും ഭിത്തി നേരെയാക്കുന്നു. എന്നിട്ട് ഈ വെസ്റ്റ് വോളിൽ താഴെ ഇരുന്ന് മേളിൽ വരെ വേണം, കാരണം നമുക്ക് പാൻട്രി യൂണിറ്റ് വരുന്ന കാരണം അത് വേണം. അത് കഴിഞ്ഞാൽ നോർത്ത് വോളിനകത്ത് നമുക്ക് യൂണിറ്റ്സുകളുടെ മുതൽ ലിൻഡലിന്റെ ഹൈറ്റ് വരെ, ജനലിന്റെ ഹൈറ്റ് വരെ, ഈ വോളിനകത്തും ഹൈറ്റ് വരെ. അപ്പൊ നമ്മുടെ എല്ലാ വോൾട്ടേലും പൊട്ടുകയും ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ എല്ലാ വോൾട്ടേലും പൊട്ടത്തില്ല. നമുക്ക് ആ ഗ്രാനൈറ്റ് പൊക്കുമ്പം അതിന്റെ മേളിൽ ഇരിക്കുന്ന ടൈലുകളെ പൊട്ടത്തുള്ളൂ. പിന്നെ ഈ വോൾ യൂണിറ്റ്സിന്റെ ബാക്ക് സൈഡിൽ ടൈല് ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പം എന്താണേലും ഞാൻ ഈ വോൾട്ടൈല് പുതിയതായിട്ട് നമ്മൾ ഒട്ടിക്കുന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു നോർത്ത് വോള് 44 സ്ക്വയർ ഫീറ്റ്, 35, 25. ഇത് ഡിസൈനർ ടൈലാണ് 95 രൂപ വെച്ച്. അപ്പം ടോട്ടല് 9,785. പിന്നെ ലേബർ 50 സ്ക്വയർ ഫീറ്റ് വെച്ച് 5,150. ലംസം എമൗണ്ട് വോള്, ടൈലിന്റെ സിമെന്റ്, പുട്ടി, അതുമാതിരിയുള്ള സാധനം ഒരു 75%. പിന്നെ ഡിമോളിഷിങ്ങും ആൻഡ് ട്രാൻസ്പോർട്ടേഷനും അതൊരു 13,000 രൂപ. ഇലക്ട്രിക് ആൻഡ് വയറിങ്, ഇതൊക്കെ എൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ്. ഇതിനകത്ത് നിന്നൊക്കെ കുറയാനും അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ എപ്പോഴും ഒരു എന്നാ പറയുന്നത്, എൻ്റെ ഒരു ലിമിറ്റഡ് അറിവ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടും ഇതിന്റെ പുറകിൽ നിന്ന് ചെയ്യുന്ന കോൺട്രാക്ടർമാർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റും. എന്നാലും ഇലക്ട്രിക് ആൻഡ് വയറിങ് 103 സ്ക്വയർ ഫീറ്റ് 100 രൂപ. ലേബർ 50% ഓഫ് മെറ്റീരിയൽ, അതൊരു 15,000. ഗ്യാസ് കോപ്പർ പൈപ്പ് ലൈൻ, അത് എത്ര ദൂരം വേണം എന്നുള്ളതൊക്കെ നോക്കി 14 കെജിന്റെ ഇതൊക്കെയാണ്. എന്നാലും പൊതുവെ ഒരു 18-19 രൂപ ആ റേറ്റിനാണ്, 15,000 ആണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ സാറിന് ഈ പറയുന്ന ബഡ്ജറ്റിനകത്തിരുന്ന് വീണ്ടും അഡീഷൻ ഒരു 83,753 രൂപയും കൂടെ അഡീഷൻ വരും. അതായത് നമ്മുടെ കിച്ചൺ ഒഴികെ ബാക്കിയുള്ളത്. ഇപ്പം കിച്ചണിനകത്ത് വരുമ്പം 4,00,000 ചില്ലാൻ രൂപയാണ് വരുന്നത്, 4,05,000 ചില്ലാൻ രൂപ, അങ്ങനെയാണ് ഇതാണ് വരുന്നത്. അപ്പൊ അതിന്റെ മേളിൽ ഈ പറഞ്ഞ 1,00,000 രൂപ, ഒരു 5,00,000 രൂപയോളം വരും മൊത്തം ഈ പറഞ്ഞ പോലെ തന്നെ അത് ചെയ്തു വരുമ്പോൾ. ഇത് ഞാൻ ആ ബഡ്ജറ്റിനകത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നിനും സീരിയൽ നമ്പർ ഉണ്ട്. ആ സീരിയൽ നമ്പർ വെച്ച് ഇതിനകത്തൊരു ചെറിയ കറക്ഷനും കൂടെ ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ ഫസ്റ്റ് സീരിയൽ നമ്പർ, ഓരോ യൂണിറ്റ്, സാപ്പ് കോഡ്, ഡിസ്ക്രിപ്ഷന്, പിന്നെ ഇതിനകത്ത് ഇപ്പം ഇത് 393 ഇതിനകത്ത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നമ്മുടെ ഈ ടോൾ യൂണിറ്റ്, സോറി, ഈ വോൾ യൂണിറ്റ് വിത്ത് ഓവൻ എന്ന് പറയുന്നത് ഓപ്പൺ ഷെൽഫ് ഉള്ളതാണ് ഇട്ടിരിക്കുന്നത്. അത് ഗ്ലാസ് ഷെൽഫ് വരുമ്പം ഒരു പ്രൈസ് വേരിയേഷൻ വരും. അപ്പം ഓപ്പൺ ഷെൽഫ് ആണെങ്കിൽ നമുക്ക് ടോട്ടല് 393 ആണ്. ഓപ്പൺ ഷെൽഫ് ആണെങ്കിൽ നമുക്ക് സാധനം അതിനകത്ത് ആദ്യം 70 സെന്റിമീറ്റർ ഹൈറ്റിനകത്ത് എനിക്ക് തോന്നുന്നൊരു 30 സെന്റിമീറ്ററിന് മേളിൽ അകത്ത് ഡെപ്ത് കാണത്തില്ല. അപ്പൊ അതിനൊരു ഫ്ലാറ്റ് ഡോറിന് വെക്കണമെങ്കിൽ വെക്കാം, ഫ്ലാറ്റ് ഡോർ ഇല്ലെങ്കിൽ ഈ 393 ഓപ്പൺ ഷെൽഫായിട്ടാണെങ്കിൽ 393 അതിനകത്ത് വെക്കുന്ന സാധനങ്ങൾ എടുക്കാനും വെക്കാനും, അല്ലെങ്കിൽ ആ ഫ്ലാറ്റ് ഡോർ വീണ്ടും പൊക്കണം. അപ്പം അത് എന്താന്ന് നോക്കിയാൽ മതി. ഏതായാലും ഇത് 391 ഓപ്പൺ ഷെൽഫാണ്. മറ്റേ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ഡോറും കൂടെ ചേർത്ത് വരുന്നത് എത്രയുണ്ടെന്നുള്ളത് അതും കൂടെ ഇപ്പൊ തന്നെ അയച്ചുതരാം. ഓക്കെ സാറേ, താങ്ക് യു.